ഗ്ലോറി ടു ഗ്ലോറി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് യേശു തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഉപായം പറഞ്ഞു തന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക എന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മലയാളം ബൈബിളുകളിൽ. അപ്പോൾ അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെസീത്ത ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ ഇംഗ്ലീഷ് ബൈബിളിലും എഴുതിയിരിക്കുന്നത് പോലെ തന്നെ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം എല്ലാവരും വായിക്കുക. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. 2-3 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട് ഈ ഒരു വാക്യത്തിൽ. ഇതൊരു വലിയ വാക്യമാണ്, ഇത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് തന്നെയാണ്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിന് ഒരു കാര്യമുണ്ട്, മൂടുപടം. ആദ്യമായിട്ട് മൂടുപടം എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ മൂടുപടം? ഈ ഒരു മൂടുപടം തലയിലിടുന്ന തുണിയല്ല. ഈ ഒരു മൂടുപടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ കറകൾ കൊണ്ടുള്ള മൂടുപടമാണ്, അല്ലെങ്കിൽ ഒരു വെയിൽ പോലെ ഒരു മങ്ങിപ്പോയ ആ ഒരു ചൈതന്യത്തെയാണ് മൂടുപടം എന്നതുകൊണ്ട് ഈ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് തേജസ്. കർത്താവിൻ്റെ തേജസ്. ഞാൻ മുമ്പേ പറഞ്ഞു തന്നതുപോലെ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവൻ്റെ തേജസ്സോടെ, അവൻ്റെ തേജസ്സിലാണ്. അവൻ്റെ തേജസ് പോലെ തന്നെയാണ് നമ്മളെ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേജസ് നമ്മുടെ പാപ സ്വഭാവം കൊണ്ട് മങ്ങിപ്പോകുന്നു. മൂടുപടം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആ തേജസ്സിനെ മങ്ങിക്കളയുന്ന ഈ ഒരു പാപ സ്വഭാവം മാറ്റുമ്പോഴാണ് നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശുവിനെ പോലെ രൂപാന്തരപ്പെടുന്നു. ഇവിടെയും 2 വാക്കുകൾ എനിക്ക് കാണിച്ചു തരാനുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക എന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മലയാളം ബൈബിളുകളിൽ. തേജസ്സിന്മേൽ തേജസ്. എന്നാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, തേജസ്സിന്മേൽ തേജസ് എന്നതല്ല ഇവിടെ ശരിക്കും വരേണ്ടിയിരുന്ന ട്രാൻസ്ലേഷൻ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് എന്നതാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. തേജസ്സിന്മേൽ തേജസ് എന്നുള്ളതല്ല. ഇത് മൊത്തം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ട്രാൻസ്ലേഷൻ്റെ പരിമിതികൾ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജ് മുഴുവൻ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഗ്ലോറി ടു ഗ്ലോറി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് യേശു തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഉപായം പറഞ്ഞു തന്നത്. വളരെ സരളമായ രീതിയിൽ ഗ്ലോറി ടു ഗ്ലോറി പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചത് ഈ ഒരു പൗഡർ ഡബ്ബയും എൻ്റെ മകളുടെ ഒരു ഫോട്ടോയുമാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ്റെ സ്വരൂപത്തിലാണ്, ഇൻ ഹിസ് ഇമേജ്. അവനെപ്പോലെ തന്നെ, അവനെപ്പോലെ തേജസ്സും മഹിമയും ഒക്കെ ആയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ഇങ്ങനെ നല്ല തേജസ്സിൽ സൃഷ്ടിച്ചു. പക്ഷേ നമ്മുടെ പാപ സ്വഭാവം കൊണ്ട്, ജനിക്കുന്നതേ പാപ സ്വഭാവമായിട്ടാണ് എല്ലാവരും. ജീവിതയാത്രയിൽ പാപക്കറകൾ കൊണ്ട് നമ്മളെല്ലാവരും ഇതുപോലെ ആ തേജസ്സും ആ മഹിമയും ആ ചൈതന്യവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും, നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മങ്ങിപ്പോകുന്നു, മൂടിപ്പോകുന്നു. ദൈവത്തിൻ്റെ തേജസ്, അവൻ സൃഷ്ടിച്ച അവനെ പോലെയുള്ള ആ തേജസ് ഇതുപോലെ മൂടുപടം പോലെ മങ്ങിപ്പോകുന്നു. അപ്പം തേജസ്സിൽ നിന്നും തേജസ് എന്ന് പറയുന്നത് യേശു പറഞ്ഞതുപോലെ എൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച, എൻ്റെ സ്വരൂപമുള്ള, കൈസറിൻ്റെ നാണയത്തിൽ കൈസറിൻ്റെ സ്വരൂപമുള്ളതുപോലെ ഞാൻ സൃഷ്ടിച്ച എൻ്റെ മക്കൾ എൻ്റെ സ്വരൂപത്തിലാണ് ഞാൻ സൃഷ്ടിച്ചത്. എൻ്റേതിനെ എനിക്ക് തരിക. കൈസറിന് ഉള്ളത് കൈസറിന്, അല്ലെങ്കിൽ കൈസറിൻ്റേത് കൈസറിന് കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റേത്, എൻ്റേത്, എൻ്റെ മക്കളെ എനിക്ക് തരിക. എൻ്റെ മക്കളെ എനിക്ക് തരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്, യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അവൻ ചെയ്യുന്നതാണ് ഈ മൂടുപടം ഇങ്ങനെ മാറ്റിക്കളയും. നമ്മുടെ പാപ സ്വഭാവങ്ങളൊക്കെ അഴിഞ്ഞു പോയിട്ട് നമ്മളെല്ലാവരും തേജസ്സിൽ നിന്നും ആ പഴയ തേജസ്സിലേക്ക്, തേജസ്സിൽ നിന്നും ആ പഴയ തേജസ്സിലേക്ക് നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇതിനിടയ്ക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സ് തന്നെയാണ്. പാപക്കറകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെ ദൈവം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വന്ന്, യേശു നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുമ്പോഴാണ് ഇതെല്ലാം മാറുന്നത്. അപ്പോൾ തേജസ്സിങ്കിൽ നിന്ന് തേജസ്,
തേജസ്സിങ്കിൽ നിന്ന് തേജസ്സിലേക്ക് എന്നുള്ള സാധാരണ എല്ലാ മലയാളം ബൈബിളിലും കണ്ടുവരുന്ന ആ ഒരു വാക്ക് അത് ശരിയായ ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ലേഷൻ്റെ പരിമിതികൾ കൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെസീത്ത ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ ഇംഗ്ലീഷ് ബൈബിളിലും എഴുതിയിരിക്കുന്നത് പോലെ തന്നെ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഗ്ലോറി ടു ഹയർ ഗ്ലോറി, ഗ്രേറ്റർ ഗ്ലോറി, അബണ്ടന്റ് ഗ്ലോറി എന്നൊന്നുമല്ല. തേജസ്സിൽ നിന്നും വലിയ തേജസ്, തേജസ്സിൽ നിന്നും അത്യുഗ്ര തേജസ് എന്നൊന്നുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്, ഗ്ലോറി ടു ഗ്ലോറി. നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ചത് ആ തേജസ്, ആ ചൈതന്യം ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവത്തിൻ്റെ, യേശുവിൻ്റെ സ്വരൂപത്തിലാണ്, ആ ഇമേജിൽ കൂടി അവൻ്റെ തേജസ്. അതിനെക്കാട്ടിൽ വലിയൊരു തേജസ് ഈ ലോകത്ത് എങ്ങുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ദർ ഈസ് നോ ഗ്രേറ്റർ ഗ്ലോറി ദാൻ ഗോഡ്സ് ഗ്ലോറി. ആമേൻ. അതുകൊണ്ട് ഈ ഒരു 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്ലോറി ടു ഗ്ലോറി ട്രാൻസ്ഫോർമേഷൻ ഇത് തന്നെയാണ്. ഇതിനു വേണ്ടി എൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച എൻ്റെ മക്കളെ എൻ്റേതിനെ എനിക്ക് തരിക എന്നുള്ള യേശുവിൻ്റെ ആ ഒരു വചനം വലിയ ആത്മീയ സാരാംശം അടങ്ങുന്ന ഒരു വചനം തന്നെയാണ്. കൈസറിനുള്ളത് കൈസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതല്ല ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. കൈസറിൻ്റേത് കൈസറിന് കൊടുക്കുക, ദൈവത്തിൻ്റേത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളിൽ പലർക്കും വലിയ ആത്മീയ ഉണർവും പ്രബോധനവും ലഭിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഇനി മറ്റൊരു മെസ്സേജുമായിട്ട് വരുന്നത് വരെ ബൈബിൾ വചനവുമായിട്ട് നിങ്ങളെല്ലാവരും ഒരുപാട് സമയം ഓരോ ദിവസവും ചെലവഴിക്കുക. So come fall in love with Jesus and fall in love with the word of God.